അപ്പൊ ആർ ഓഫ് ടി എന്നുള്ള വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം ആദ്യം. ആർ ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാല് നമ്മള് ആർ ഓഫ് ടിന്റെ വാല്യൂ ഇപ്പോ ടിന്റെ വാല്യൂ എ മുതൽ ബി വരെയാണ് വിചാരിക്കുക. ടിന്റെ വാല്യൂ ക്ലോസ്ഡ് ഇന്റർവൽ എ ബി ആണ് വിചാരിക്കുക. അപ്പൊ ടി ഈക്വൽ ടു എ മുതൽ ടി ഈക്വൽ ടു ബി വരെ ആർ ഓഫ് ടി ഇവാലുവേറ്റ് ചെയ്യുക. ആർ ഓഫ് എ ഇവാലുവേറ്റ് ചെയ്യുക. ആർ ഓഫ് എ കണ്ടില്ല, ആർ ഓഫ് ബി വരെ ഇപ്പൊ 0 1 ആണെങ്കിൽ 0 എ ബി 0 1 ആണെങ്കിൽ ആർ ഓഫ് 0 ഇവാലുവേറ്റ് ചെയ്യുക. ആർ ഓഫ് 0.1 ഇവാലുവേറ്റ് ചെയ്യുക. ആർ ഓഫ് 0.2 ഇവാലുവേറ്റ് ചെയ്യുക. അങ്ങനെ ആർ ഓഫ് 1 വരെ ഇവാലുവേറ്റ് ചെയ്യുക. ഈ പോയിന്റ്സ് വാട്ട് ഈസ് മെൻ ബൈ ആർ ഓഫ് 0? അപ്പൊ ആർ ഓഫ് 0 എന്ന് പറഞ്ഞാൽ നമുക്ക് i+2j എന്നാണ് കിട്ടിയതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് വാട്ട് ഈസ് ദ വെക്ടർ i+2j എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വെക്ടർ i+2j പറഞ്ഞാൽ എന്താ അർത്ഥം? വെക്ടർ i+2j നിങ്ങൾക്ക് വരക്കാൻ പറ്റുമോ? i+2j പറഞ്ഞാൽ x കമ്പോണന്റ് 1 ഉം y കമ്പോണന്റ് 2 ആണ്. ഇതാണ് 1 2 എന്നുള്ള പോയിന്റ്. ഇതാണ് i+2j പറഞ്ഞ വെക്ടർ. അതായത് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോ 3i+4j എന്ന് പറഞ്ഞ വെക്ടർ കിട്ടണമെങ്കിൽ 3 4 എന്നുള്ള പോയിന്റ് മാർക്ക് ചെയ്യുക. 3 4 ഇതാണ് 3 4 എങ്കിൽ ദിസ് വെക്ടർ ഈസ് 3i+4j. 3 4 എന്നുള്ള പോയിന്റിലേക്ക് ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരക്കുന്ന വെക്ടർ ആണ് 3i+4j. അപ്പൊ അതുപോലെ ആർ ഓഫ് 0 ഒരു വെക്ടർ ആണ്, ആർ ഓഫ് 0.1 ഒരു വെക്ടർ ആണ്, ആർ ഓഫ് 1 ഈ വെക്ടറുകൾ മുഴുവൻ ഇങ്ങനെ വരക്കുക. ആ വെക്ടറുകളുടെ ടിപ്പൊക്കെ ജോയിൻ ചെയ്ത് നമ്മൾ വരക്കുന്ന കർവാണ് ആർ ഓഫ് ടിന്റെ ഗ്രാഫ് പറഞ്ഞാല്. പറഞ്ഞ മനസ്സിലായോ? ആർ ഓഫ് ടി എന്ന് പറഞ്ഞ വെക്ടറിന്റെ ഗ്രാഫ്, ആർ ഓഫ് ടി പറഞ്ഞ വെക്ടർ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാല് വെക്ടർ ആറ് ഓരോ പോയിന്റിലും ഇവാലുവേറ്റ് ചെയ്താൽ ഓരോ വെക്ടറുകളായിരിക്കും. ഈ വെക്ടറുകൾ വരക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ആ വെക്ടറുകൾ നമുക്ക് 0 വെക്ടർ വരച്ചപ്പോ ഇങ്ങനെ കിട്ടി, 0.1 വരച്ചപ്പോ ഇങ്ങനെ കിട്ടി, 0.2 വരച്ചപ്പോ ഇങ്ങനെ കിട്ടി, 0.3 വരച്ചപ്പോ ഇങ്ങനെ കിട്ടി. ഒക്കെ ഒരൊറ്റ പോയിന്റ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ കിട്ടിയാല് ഇതാണ് ആർ ഓഫ് ടി പറഞ്ഞ വെക്ടർ, അല്ല ആർ ഓഫ് ടി പറഞ്ഞ വെക്ടർ ഫംഗ്ഷൻ. അപ്പൊ നോക്കുക, ആർ ഓഫ് ടിന്റെ ഗ്രാഫ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. നമുക്ക് കാണേണ്ടത് വാട്ട് ഈസ് ആർ ഡാഷ് ടി എന്നുള്ളതാണ്. ആർ ഡാഷ് ടി എന്ന് പറഞ്ഞാല് ടി എന്നുള്ള പോയിന്റില് ആർ ഓഫ് ടി ഇതാണല്ലോ, ആർ ഓഫ് ടി എന്നുള്ള വെക്ടർ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റില് വെക്ടറിന്റെ ഡയറക്ഷനിൽ ടാൻജന്റ് വെക്ടർ ആണ് ആർ ഡാഷ് ടി എന്ന് പറഞ്ഞാല്. വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കർവിന് ആർ ഓഫ് ടിക്ക് ഒരു ഡയറക്ഷൻ ഉണ്ടാവൂലേ? ഇതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ടാൻജന്റ് വെക്ടർ ഇങ്ങോട്ടായിരിക്കും. ഇതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ടാൻജന്റ് വെക്ടർ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, വെക്ടർ മൂവ് ചെയ്യുന്ന ഡയറക്ഷനില് അതിന്റെ ടാൻജന്റ് വെക്ടർ ആണ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് ആർ ഡാഷ് ടി കാണുക? അല്ലെങ്കിൽ ആർ ഡാഷ് ടിന്റെ ഡെഫിനിഷൻ നോക്കാം ആദ്യം. What is r dash t? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഡെറിവേറ്റീവ് ഓഫ് വെക്ടർ ഫംഗ്ഷൻ ആർ ഓഫ് ടി. ആർ ഓഫ് ടി is a vector function. Its derivative r dash t is defined as limit h tends to 0 r of t plus h minus r of t divided by h. അതായത് what is the position of the vector, what is the tip, where ഈ വെക്ടറിന്റെ ടിപ്പ് ടി പ്ലസ് എച്ചിൽ എവിടെയാണോ, അല്ലെങ്കിൽ ടി പ്ലസ് എച്ചില് നമ്മൾ വരക്കുന്ന ആർ എന്നുള്ള വെക്ടർ, ടിയില് നമ്മൾ വരക്കുന്ന ആർ എന്നുള്ള വെക്ടർ, ആ രണ്ട് വെക്ടറും തമ്മിലുള്ള ഡിഫറൻസിനെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇത് ആർ ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് ആർ ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ഡിഫറൻസ്. ആർ ഓഫ് ടി ഇത് ടൈം ടി ആണ്,
അല്ലെങ്കിൽ എക്സിന്റെ വാല്യൂ അല്ലെങ്കിൽ ടി ഇത് ടി പ്ലസ് എച്ച് ആണ്. ടിയിലുള്ള അല്ലെങ്കിൽ ടി എന്ന് പറയുന്നത് ശരിക്കും ഇവിടുത്തെ വാല്യൂ അല്ല അല്ലെ, സോറി, ടി എന്ന് പറഞ്ഞ പാരാമീറ്ററിന്റെ വാല്യൂ ആണ്. അപ്പൊ ടിയില് നമ്മൾ വരച്ച ആർ ഓഫ് സീറോ പോലെ ടിയില് നമ്മൾ വരച്ച വാല്യൂ, അതേപോലെ ടി പ്ലസ് എച്ചിൽ നമ്മളുടെ വെക്ടർ ആർ ഓഫ് ടി പ്ലസ് എച്ച്, ഈ രണ്ട് വെക്ടർ അടയാളപ്പെടുത്തുക. അപ്പൊ ഈ രണ്ട് വെക്ടർ ആർ ഓഫ് ടി പ്ലസ് എച്ചും ആർ ഓഫ് ടിയും തമ്മിലുള്ള വ്യത്യാസത്തെ എച്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലിമിറ്റ് എച്ച് ടെൻസ് ടു സീറോ, അതാണ് ഡിവൈഡ് ബൈ എച്ച് ലിമിറ്റ്. ഇതിനാണ് ഡെറിവേറ്റീവ് എന്ന് പറയാം. ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ് എന്താണെന്ന് കൂടി നോക്കാം. നോക്കുക, ടാൻജന്റ് വെക്ടർ അറ്റ് ദ പോയിന്റ് പി. ഇപ്പോ ആർ ഓഫ് ടി എന്ന് പറയുന്ന വെക്ടർ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് പി എങ്കിൽ, പി എന്നുള്ള പോയിന്റിൽ നമ്മൾ വരക്കുന്ന ടാൻജന്റ് വെക്ടർ ആണ് എന്താ ആർ ഡാഷ് ടിന്റെ ജോമെട്രിക്കൽ മീനിങ്. അപ്പൊ എങ്ങനെയാണ് ഒരു പോയിന്റിലെ ടാൻജന്റ് വെക്ടർ കാണാൻ നിങ്ങൾക്ക് അറിയോ? പി എന്നുള്ള പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടർ എങ്ങനെ കാണാൻ നിങ്ങൾക്ക് അറിയോ? ജോമെട്രിക്കലി എങ്ങനെ കാണാന്നറിയോ? ആ ഐഡിയ നീ കാണിച്ചിരിക്കണം. നോക്കാം, പിയിൽ ടാൻജന്റ് വെക്ടർ ആണ് നമുക്ക് കാണേണ്ടത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതാണ് കാണേണ്ടത്, നമുക്ക് ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മൾ എന്ത് ചെയ്യാ അറിയോ? പി, ഈ കർവിൽ പി വരക്ക, ടിയിൽ പി, ആർ ഓഫ് ടി പി വരച്ചു. ഇത് ആർ ഓഫ് ടി ആണ്, ഇത് ആർ ഓഫ് ടി പ്ലസ് എച്ച് ആണ്. അപ്പൊ ടി പ്ലസ് എച്ച് എന്ന് പറഞ്ഞ എച്ച് എന്ന് പറഞ്ഞ ഒരു ഇൻക്രിമെന്റ് ആണ്. അപ്പൊ ഈ ക്യൂ അടയാളപ്പെടുത്തുക, ഈ വെക്ടർ വരക്കുക, പിയിൽ നിന്ന് ക്യൂയിലേക്കുള്ള വെക്ടർ വരക്കുക. ഇനി എന്ത് ചെയ്യാ അറിയോ? ക്യൂനെ പീനോട് അടുപ്പിക്കുക, ക്യൂനെ ഇവിടെ കൊണ്ടുവരിക. ക്യൂനെ ഇവിടെ കൊണ്ടുവന്ന ഈ വെക്ടർ ഇവിടെ ആവും. ക്യൂനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പൊ വെക്ടർ ഇങ്ങനെ ആവും. ഇനി ക്യൂനെ പിയിലേക്കാണ് കൊണ്ടുവരിക. നമുക്ക് ഇത് ശരിക്കും രണ്ട് പോയിന്റ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ലൈനാണ്. രണ്ട് പോയിന്റ് കണക്ട് ചെയ്യുന്ന ലൈനിൽ ഒരു പോയിന്റിലുള്ള വെക്ടർ കിട്ടണമെങ്കിൽ ഈ പോയിന്റിനെ എങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരാം പിന്റെ അടുത്തേക്ക്. അപ്പോ ക്യൂ പിയിലേക്ക് എത്തുമ്പോ ഈ വെക്ടർ എങ്ങനെ ആവും? ഇതാണ് ടാൻജന്റ് വെക്ടർ എന്ന് പറഞ്ഞാല്. അപ്പൊ അതെങ്ങനെ കാണാന്നുള്ള ജോമെട്രി മാത്രമാണ് പറഞ്ഞത്. ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യുന്ന അതേപോലെ തന്നെ. ഇനി ആർ ഓഫ് ടി നേരത്തെ പറഞ്ഞ പോലെ ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ഓഫ് ടി ഇൻറ്റു ഐ പ്ലസ് ജി ഓഫ് ടി ഇൻറ്റു ജെ പ്ലസ് എച്ച് ഓഫ് ടി ഇൻറ്റു കെ ആണെങ്കിൽ what is r dash t? r dash t equal to f dash t I plus g dash t j plus h dash t. ഈ ഡെറിവേറ്റീവ് വെച്ചിട്ട് ഡെറിവേറ്റീവ് അടയാളപ്പെടുത്തുന്ന ഒരു പ്രോബ്ലം ഉണ്ട്, അതുകൂടിയും ചെയ്തിട്ട് അവസാനിപ്പിക്കാന്ന് എനിക്ക് തോന്നണേ. Find the derivative of r of t equal to t square plus 1 into I plus e raised to minus t into j minus sin 2t into k. ഇത് ഭയങ്കര എളുപ്പല്ലേ? ആർ ഡാഷ് ടി ഈക്വൽ ടു അല്ലെ, എന്താണ് ആർ ഡാഷ് ടി വരാ? 2ti e raised to minus t ഡിഫറൻസ് ചെയ്താൽ മൈനസ് e raised to minus tj മൈനസ് sin 2t ഡിഫറൻഷിയേറ്റ് ചെയ്താല് മൈനസ് 2 cos 2t അല്ലെ, മൈനസ് 2 cos 2t. രണ്ടാമത്തെ ചോദ്യം ഉണ്ട്. Find the points of tangency ഇതിന് മുമ്പ് കറന്റ് ഡിഫൈൻ ചെയ്യാണ്ട്
ടാൻജന്റ് വെക്ടർ എന്താണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞു r dash t is the tangent vector at t. Next, t of t equal to r dash t divided by mod r dash t. എന്താണ് ഇങ്ങനത്തെ വെക്ടറിന്റെ പ്രത്യേകത? ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ നമ്മൾ പറയുന്ന പേരാണ് യൂണിറ്റ് വെക്ടർ. This vector is called the unit tangent vector. Unit tangent vector at t. T എന്നുള്ള പോയിന്റിലുള്ള യൂണിറ്റ് ടാൻജന്റ് വെക്ടർ കാണണമെങ്കിൽ ടാൻജന്റ് വെക്ടർ പറഞ്ഞാല് ഡെറിവേറ്റീവ് ആണ്. ടാൻജന്റ് വെക്ടർ പറഞ്ഞാൽ ഡെറിവേറ്റീവ് ആണ്. ഡെറിവേറ്റീവിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് കിട്ടും. അപ്പൊ ഇവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. സെക്കൻഡ് പാർട്ട് ക്വസ്റ്റ്യൻ ഏതാണ്? ഫൈൻഡ് പോയിന്റ് ഓഫ് ടാൻജൻസി എന്നാണ് പറയുന്നത്. Point of tangency and the unit tangent vector. And the unit tangent vector the points on the curve corresponding to t equal to 0. Corresponding to t equal to 0. But at t equal to 0, vector എന്തായി മാറും? r of t equal to 0, r of t എന്താവും? I plus j plus 0k. I plus j ആവും. r of t equal to I plus j ആവും. അപ്പൊ t equal to 0 ആകുമ്പോ I plus j ആകുമ്പോ ഈ പോയിന്റിനെ നമുക്ക് എങ്ങനെ പറയാം? ഇതിന്റെ ഈ വെക്ടറിന്റെ ടിപ്പ് എവിടെയാണ് കിടക്കുന്നത്? r of t ന്റെ ടിപ്പ് എവിടെയാണ് കിടക്കുന്നത്? x ന്റെ വാല്യൂ 1, y ന്റെ വാല്യൂ 1, z ന്റെ വാല്യൂ 0. അപ്പൊ ഈ പോയിന്റിലാണ് we have to find the tangent vector at this point. കാരണം t 0 ആകുമ്പോഴാണ് നമുക്ക് ടാൻജന്റ് വെക്ടർ കാണേണ്ടത്. t 0 ആകുമ്പോൾ നമുക്ക് ടാൻജന്റ് വെക്ടർ കാണേണ്ടത്. t 0 ആകുമ്പോൾ r of t ന്റെ ടിപ്പ് കിടക്കുന്നത് 110ലാണ്. അപ്പൊ 110ല് ഈ വെക്ടറിന്റെ ടാൻജന്റ് വെക്ടർ ആണ് നമുക്ക് കാണേണ്ടത്. എങ്ങനെ കാണും? എങ്ങനെ കാണും? t of 0 കണ്ടാൽ മതി. what is r of t? r dash t നമ്മൾ കണ്ടിട്ടുണ്ട്. r dash t കാണാന് നമ്മൾ എന്ത് ചെയ്യാ? r dash t ഡിവൈഡ് ബൈ മോഡ് r dash t ആണ്. ഇവിടെ r dash t എന്താണ്? r dash t equal to r dash t എന്ന് പറഞ്ഞാല് അറിയാം. അപ്പോ നമുക്ക് 0ലാണ് കാണേണ്ടത്. നമുക്ക് t of 0 ആണ് കാണേണ്ടത്. ടിയിലുള്ള ടാൻജന്റ് 0ലുള്ള ടാൻജന്റ് വെക്ടർ ആണ് കാണേണ്ടത്. അപ്പോ ഇവിടെ എന്ത് ചെയ്യാച്ചാല് r of 0 കാണാം. 0ല് എന്താണ്? I plus j. What is r dash 0? r dash 0 എന്താണ്? ഇത് 0i minus j. Sorry, r of 0 വേണമെന്നില്ല. r dash 0 minus j minus 2k. അപ്പൊ t of 0 എന്താണ് വരിക? t of 0 minus j minus 2k divided by ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക?
root of 1 square plus 2 square. That's equal to, then answer vara minus 1 by root 5j minus 2 by root 5k. This is the unit tangent vector at the point 0. This is the unit tangent vector at the point 0. C എന്നുള്ള plane curve and equation വന്നിട്ടുണ്ട് t equal to 0 and t equal to pi by 3. At the point where t equal to 0 and t equal to pi by 3. അപ്പോൾ ഈ കർവിന്റെ സ്കെച്ച് ചെയ്യാൻ നമുക്കറിയാം, നമ്മൾ എലിപ്സ് വരച്ചിട്ടുണ്ട് തോന്നുന്നത് കർവ്, അല്ലെങ്കിൽ നമുക്ക് വരക്കാൻ പറ്റും. മേക്ക് എ സ്കെച്ച് ഓഫ് സി, അത് സി വരക്കാനാണ് പറയുന്നത്. ഇനി സീറോയിലുള്ള പൊസിഷൻ വെക്ടർ, പൈ ബൈ 3 പൊസിഷൻ വെക്ടർ, സീറോയിലുള്ള ടാൻജന്റ് വെക്ടർ, പൈ ബൈ 3 ടാൻജന്റ് വെക്ടർ, ഇതൊക്കെ സ്കെച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇത് നമ്മൾ ആദ്യത്തെ നമ്മൾ എക്സ് ഈക്വൽ ടു 3 cos t, y equal to 2 sin t, എന്നതിൽ നിന്ന് cos t equal to x by 3, sin t equal to y by 2, cos square t plus sin square t equal to 1. അതിൽ നിന്ന് നമ്മൾ x square by 9 plus y square by 4 equal to 1 എന്ന് നമ്മൾ വരക്കും. പിന്നെ ഇത് x 0 ആകുമ്പോൾ y ന്റെ വാല്യൂ എന്താണ്, അല്ല t 0 ആകുമ്പോൾ t equal to 0, x equal to 3 cos 0, y equal to 2 sin 0. അപ്പോൾ 3 0ലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 3 0 കഴിഞ്ഞിട്ട് t equal to pi by 2 ആകുമ്പോൾ ഇത് എവിടെ എത്തും, 0 2ലെത്തും. എവിടെത്തും, 0 2ലെത്തും. 0 2ലെത്തും. അപ്പോൾ 3 0ൽ നിന്ന് 2 0. അപ്പോൾ ഇതിന്റെ സ്കെച്ച് ഇങ്ങനെയാണ് വരിക. ഇവിടെ 2 ഇവിടെ 3 ഉള്ള മേജർ ആക്സ് 3 plus 3ഉം മൈനർ ആക്സ് 2 plus 2ഉം ഉള്ള എലിപ്സ് ആണ് വരിക. ഇനി ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഇവിടെയാണ് വരിക. പിന്നെ പൈ ബൈ 2 ആകുമ്പോൾ ആംഗിൾ പൈ ബൈ 2 ആകുമ്പോൾ ടി ഇൻക്രീസ് ചെയ്യുമ്പോൾ പൈ ബൈ 2 ആകുമ്പോൾ ഇത് എങ്ങോട്ടാണ് എത്തുക, 0 2ലാണ് എത്തുക, ഈ പോയിന്റ്. അപ്പൊ ഇറ്റ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് എലിപ്സ്. ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഇതിനെ സ്കെച്ച് ചെയ്യും. ഇനി സ്കെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ള നമ്മളുടെ അടുത്ത കൺസേൺ എന്ന് പറഞ്ഞാല് what are the position vectors at 0 and pi by 3. What is r of 0? 3 cos 0 I plus 2 sin 0 j എഴുതണ്ടായില്ല. But what is r of pi by 3? 3 cos pi by 3. Pi by 3 പറഞ്ഞാൽ 60. 60 പറഞ്ഞാൽ 3 by 2 I plus 2 into sin 60 പറഞ്ഞാൽ root 3 by 2. It is root 3 into j. No. അതേപോലെ what is yes, ഇതാണ് സീറോയിലെ പൊസിഷൻ വെക്ടർ. അപ്പൊ ഇതാണ് സീറോയിലുള്ള പൊസിഷൻ വെക്ടർ. കാരണം 3 യൂണിറ്റ് നീളവും i ഡയറക്ഷൻ, i എന്ന് പറഞ്ഞാൽ i എന്നുള്ള വെക്ടറിന്റെ ഡയറക്ഷൻ x ആക്സിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ x ആക്സിന്റെ ഡയറക്ഷനിൽ 3 യൂണിറ്റ് നീളമുള്ള വെക്ടർ എന്ന് പറഞ്ഞാൽ ദിസ് ദാറ്റ് വെക്ടർ വിത്ത് ഒറിജിനിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ എൻഡ് ചെയ്യണ ഇതാണ്, ഈ വെക്ടർ ആണ് r of 0. ഇനി വാട്ട് ഈസ് r of pi by 3? ഈ r of pi by 3 പറഞ്ഞാൽ ഇതിൽ ഈ കർവ് ആറിന്റെ ഗ്രാഫാണ് ഇതില്. ഇതിലൊരു പോയിന്റ് ആയിരിക്കും എല്ലാ പോയിന്റിന്റെ ടിപ്പ്. അപ്പൊ 3/2 x 3/2 y root 3 എന്ന് പറഞ്ഞാല് 3/2 പറഞ്ഞാൽ 1 2 ഇവിടെ ഉണ്ടാവും, 1.5 ഇവിടെ ഉണ്ടാവുക. 3/2 root 3 എന്ന് പറഞ്ഞാൽ 1 ഈ ഇതിന്റെ നേരെ ഇവിടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഈ വെക്ടർ ആയിരിക്കും, ഇതായിരിക്കും വെക്ടർ r of pi by 3 എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് കാണേണ്ട ഈ രണ്ട് പോയിന്റിലുള്ള നോർമൽ വെക്ടേഴ്സ് ആണ്. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, കർവിന്റെ ഡയറക്ഷൻ ഇതായതുകൊണ്ട് ടാൻജന്റ് വെക്ടറിന്റെ ഡയറക്ഷൻ എന്തായിരിക്കും, ഈ പോയിന്റിൽ ടാൻജന്റ് വെക്ടർ വരച്ച് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക. ഈ പോയിന്റിൽ ടാൻജന്റ് വെക്ടർ വരച്ച് എങ്ങനെ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക. കാരണം
ഡയറക്ഷൻ നമ്മൾ എപ്പോഴും ഈ കർവിന്റെ ഡയറക്ഷനിലാണ് ടാൻജന്റ് ഡയറക്ഷനും പോവുക. അപ്പോൾ ഈ രണ്ട് വെക്ടറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ട. ഇക്വേഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് ഗ്രാഫ് എന്നൊക്കെ. ഇവിടെ ഒരു മറ്റൊരു കളർ എടുക്കുകയാണെങ്കിൽ ഇതാണ് ടാൻജന്റ് വെക്ടേഴ്സ്. യെസ്, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക. വാട്ട് ഈസ് തിയറിറ്റിക്കലി വാട്ട് ഈസ് r dash t എന്താണ്? r dash t minus 3 sin t I plus 2 cos t j. What is r dash 0? What is r dash 0? Minus 3 sin 0 cos 0, that is 2j ആണ് വരിക. സോ ഈ വെക്ടറിന്റെ നീളം എന്തായിരിക്കും? j ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ y ആക്സിന്റെ ഡയറക്ഷൻ, ആൻഡ് യൂണിറ്റ് നീളം 2 യൂണിറ്റ് ആയിരിക്കും. this will be the vector r dash, this will be the vector r dash 0. അതേപോലെ ഈ വെക്ടർ ഉണ്ട് r dash pi by 3 എന്ന് പറഞ്ഞാല് r dash pi by 3 എന്ന് പറഞ്ഞാല് minus 3 sin 60 minus 3 root 3 by 2 I plus 2 into 1 by 2 plus 6. അത് ഇതായിരിക്കും ഇതിന്റെ ഡയറക്ഷൻ. കറക്റ്റ് ഇവിടെ അല്ലേ ടാൻജന്റ് വെക്ടർ, ഇവിടെ അല്ലേ വരക്കുക. അപ്പൊ ഇതായിരിക്കും ടാൻജന്റ് വെക്ടർ. അതിന്റെ നീളം ഏകദേശം എത്ര വരും? ഇത് റൂട്ട് ഓഫ് എത്ര ലെങ്ത് ഉണ്ടാവും? റൂട്ട് ഓഫ് ദി സ്ക്വയർ 3 9 എത്ര വരിക? സ്ക്വയർ ചെയ്താൽ എത്ര വരിക? 9 into 3 27/2 plus 1. 27/2 പറഞ്ഞാൽ ഏകദേശം എത്ര വരും? 27/2 plus 1 പറഞ്ഞാല് 29/2. 29/2 പറഞ്ഞാൽ 14.5. ഏകദേശം 4 യൂണിറ്റ് നിങ്ങൾ വരും. കാരണം 14.16 അല്ലേ 4. അപ്പോൾ ഏകദേശം 4 യൂണിറ്റിന് താഴെ ലെങ്ത് ഉള്ള ഈ ഡയറക്ഷനിലുള്ള ഇതായിരിക്കും ഏകദേശം ഈ പോയിന്റിലുള്ള ടാൻജന്റ് വെക്ടർ. അപ്പൊ ഈ ടാൻജന്റ് വെക്ടറിന്റെ നീളം നമുക്ക് കാണാൻ പറ്റും, ഡയറക്ഷനും നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രാധാന്യം. ഓക്കെ, ഇതായിരിക്കും ഗ്രാഫ്. കറക്റ്റ് വരച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക. നമ്മൾ വരച്ച അതേ സാധനം ഇങ്ങനെ ഉണ്ടാവുക. അതാകെ ഉണ്ടാവും. ഈ 2 യൂണിറ്റ് ആണ്, ഈ ഹൈറ്റ് ആണ് ഈ വെക്ടർ ഉണ്ടാവുക. ഇത് ഞാൻ പറഞ്ഞ ഏകദേശം 4 യൂണിറ്റ്. 4 പറഞ്ഞാൽ റൂട്ട് ഓഫ് 16 ആണ്. നമുക്ക് റൂട്ട് ഓഫ് 14.5 റൂട്ട് ഓഫ് 29/2 എന്ന് കണ്ടാവില്ല. റൂട്ട് ഓഫ് 14.5 ആണ് വരിക. അപ്പൊ ഏകദേശം 3.75 യൂണിറ്റ് ലെങ്ത് ഉള്ള പിന്നെ ഡയറക്ഷൻ ഇതായിരിക്കും. ടാൻജൻഷ്യൽ വരക്കാൻ നമുക്കറിയാലോ. ഈ ഗ്രാഫിലൂടെ ടാൻജൻഷ്യൽ ആയിട്ട് വരച്ചാല് ഡയറക്ഷൻ ഈ ഡയറക്ഷൻ വെച്ചിട്ടാണ്, ഈ ഗ്രാഫിന്റെ ഈ ഡയറക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയറക്ഷൻ അടയാളപ്പെടുത്തിയത്. ഓക്കെ, അല്ല ടാൻജന്റ് എന്തുകൊണ്ട് ഇങ്ങോട്ട് വരച്ചില്ല എന്നുള്ളതിന്റെ ഉത്തരാണിത്. ഗ്രാഫ് ഇങ്ങോട്ടാണ് പോകുന്നത്, അപ്പൊ ടാൻജന്റും ഈ ഭാഗത്തേക്കാണ് പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് ടു ദ ഹെലിക്സ് വിത്ത് പാരാമെട്രിക് ഇക്വേഷൻസ്. ഈ ഹെലിക്സ് എന്ന് പറയുന്നതിന്റെ ഷേപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താ, x equal to 3 cos t y equal to 2 sin t ആണ്. അത് എലിപ്റ്റിക് ആയിട്ട് നമ്മള് x equal to cos t y equal to sin t സിലിണ്ടർ ഇങ്ങനെ സിലിണ്ടറിക്കൽ ആയിട്ട് ഇങ്ങനെ പോണ ഒരു സിലിണ്ടർ. പക്ഷെ ഇവിടെ ഈ രണ്ടും കൂടി ഉണ്ടാക്കുന്ന സിലിണ്ടർ എലിപ്റ്റിക് സിലിണ്ടർ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ മുകളിലേക്ക് ഒരു എലിപ്റ്റിക് സിലിണ്ടറിലൂടെ മുകളിലേക്ക് പോകുന്ന പോലെയാണ് ഈ കർവ് ഷേപ്പ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് അതൊന്നല്ല നമുക്ക് ആവശ്യം. ടാൻജന്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ആണ് നമുക്ക് കാണേണ്ടത്. അപ്പൊ ആദ്യം നമ്മൾ ടാൻജന്റ് ലൈന് ടാൻജന്റ് ലൈന് എന്ന് പറഞ്ഞാല് എന്താണെന്ന് ഓർക്കണം. ടാൻജന്റ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈനിന്റെ പാരാമെട്രിക് ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിയണം. ഒന്ന്, ആ സ്ട്രെയിറ്റ് ലൈനിലെ എൽ എന്നുള്ള സ്ട്രെയിറ്റ് ലൈനിലെ ഒരു പോയിന്റ് നമുക്ക് അറിയണം. രണ്ട്, ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു വെക്ടർ വി കിട്ടണം. റൈറ്റ്? അപ്പൊ നമ്മൾ ചെയ്യുന്ന ഐഡിയ എത്രയേ ഉള്ളൂ. നമ്മള് ഇതിലൊരു പോയിന്റ് കിട്ടണമെങ്കിൽ വളരെ എളുപ്പമാണ്. നമുക്ക് ഏത് പോയിന്റിലാണ് ടാൻജന്റ് വരക്കേണ്ടത്? ഏത് പോയിന്റിലാണ് നമുക്ക് ടാൻജന്റ് വരക്കേണ്ടത്? π/6. അപ്പൊ π/6 at t equal to π/6
x equal to 3 cos pi by 6, 3 cos 30 root 3 by 2. Y equal to 2 into sin 30. Sin 30 എത്രയാണ് 1 by 2. Z equal to pi by 6 അല്ലേ, equal to pi by 6. അപ്പൊ പോയിന്റ് കിട്ടി. ഏതാണ് പോയിന്റ്? 3 root 3 by 2, 1 and pi by 6. ഇതാണ് നമ്മളുടെ സ്ട്രൈറ്റ് ലൈനിലെ ഒരു പോയിന്റ്. കാരണം ഈ പോയിന്റിലുള്ള ടാൻജന്റ് വരക്കുമ്പോ ഈ പോയിന്റിലൂടെ കടന്നു പോകുന്ന ഉറപ്പല്ലേ. ഇനി നമുക്ക് വേണ്ടത് ഈ പോയിന്റില് ഈ v എന്നുള്ള വെക്ടർ ആണ്. v എന്നുള്ള വെക്ടർ കാണാനുള്ള ഐഡിയ നോക്കുക. ഈ പോയിന്റിലുള്ള ടാൻജൻഷ്യൽ വെക്ടർ നമുക്കറിയാലോ. ഈ ടാൻജൻഷ്യൽ വെക്ടർ ഈ ലൈനിന് പാരലൽ അല്ലേ. ഈ പോയിന്റിൽ ഇപ്പോ കർവ് നമ്മൾ ഇങ്ങനെയാണ് ഈ കർവ് പോകണമെന്ന് വിചാരിക്കുക. അപ്പൊ ഈ പോയിന്റ് നമ്മൾ ഈ പോയിന്റ് നമുക്കറിയാം t equal to pi by 6 ആകുമ്പോൾ പോയിന്റ് നമുക്കറിയാം. ഈ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഈ ടാൻജന്റ് വെക്ടർ നമുക്കറിയാലോ. ടാൻജന്റ് വെക്ടർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? r' കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ടാൻജന്റ് വെക്ടർ ഈ ലൈനിന് പാരലൽ ആണല്ലോ, എല്ലിന് പാരലൽ ആണല്ലോ. ഓക്കെ, അപ്പൊ ടാൻജന്റ് വെക്ടർ കാണാൻ r' കാണണം. what is r'? rt equal to r' പറഞ്ഞാൽ r of t പറഞ്ഞാൽ xt I plus ytj. rt എഴുതാം ആദ്യം. rt equal to 3 cos t I plus 3 cos t I plus 2 sin t j plus tk. x y z കിട്ടിയ rt എഴുതി കൂടെ. now what is r'? r' equal to minus 3 sin t I minus plus 2 cos t j plus k, right? At t equal to what is r' pi by 6. That is the tangent vector. That is minus 3 into sin 30 1 by 2 plus 2 into cos t, that is root 3 by 2 plus k, that is minus 3 by 2 I plus root 3 j plus k. അപ്പോ ഇനി നമുക്ക് എഴുതിക്കൂടെ? അപ്പൊ നമുക്ക് അറിയാം ആ പോയിന്റ് ഏതാണ് മുകളിൽ കിട്ടിയിട്ടുണ്ട് അല്ലെ. പോയിന്റ് ഇതാണ്, പാരലൽ വെക്ടർ ഇതാണ്. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ ഇക്വേഷൻ ഓഫ് straight line is x equal to 3 root 3 by 2. എഴുന്നേറ്റേ അവിടുന്ന് 3 root 3 by 2 minus 3 by minus 3 by 2t. അല്ല പ്ലസ് 80 ആണ് അല്ലേ. പ്ലസ് minus 3 by 2t. ഇനി പിന്നെന്താണ് y equal to 1 ആണ് അവിടെ ഉള്ളത്. 1 plus root 3t. z equal to pi by 6 plus okay, right. This is the equation of the straight line. Okay.